ജന്മം സഫലം. പാട്ട് പാടണം. നീ കിട്ടില്ല, പിച്ച് കിട്ടില്ല. സോറി. കൺസിഡർ മൈസെൽഫ് എ സിംഗർ. പിന്നെ ബാത്റൂമിൽ അവിടെ ഇവിടെ ഒക്കെ നിന്ന് പാടി ശീലിച്ചിട്ടുള്ള ഒരു ശീലം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ബിഗ് ബോസിൽ അധികം. പിന്നെ ഞാൻ പാട്ട് പാടിയൊന്നും ഒരു കാണിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പാട്ടൊക്കെ പാടിയിട്ടുണ്ട്. ഞാൻ 24 മണിക്കൂർ ഇങ്ങനെ പാടി നടക്കുന്ന ഒരാളാണ്. പിന്നെ എന്താണ് വേറെ എന്താണെന്ന് ചോദിച്ചിട്ടില്ല. ലാലേട്ടൻ എന്തെങ്കിലും ചോദിച്ചാൽ ലാലേട്ടൻ ചീത്ത പറയുമ്പോൾ അത് ഞാൻ എങ്ങനെയാ പറയാ. അത് നമ്മൾ ജനിച്ചപ്പോൾ തൊട്ട് കണ്ടു വളർന്ന ഒരു മുഖം, നമ്മൾ അത്രയും സ്നേഹത്തോടെ അത്രയും ആരാധിച്ച് കാണുന്ന ഒരു മുഖം നമ്മുടെ മുമ്പിൽ നിന്ന് നമ്മുടെ പേര് പറഞ്ഞ് ചീത്ത വിളിക്കുമ്പോൾ ആരാണെങ്കിലും കിളി പോകും. ആദ്യത്തെ ആഴ്ച ഞാൻ ഇരുന്നു പോയതാണ്. അതിനുശേഷം പിന്നെ പതുക്കെ അതൊരു ശീലമായി കഴിഞ്ഞപ്പോൾ ഓക്കെ വന്നു. പക്ഷെ എന്നാലും ലാലേട്ടൻ നമ്മുടെ പേര് പറയാ എന്ന് തന്നെ ഞാനൊരു ഭാഗ്യമായിട്ടാണ് കാണുന്നത്. സോ ദാറ്റ്സ് ദാറ്റ്. ഓക്കെ, ഏറ്റവും റെസ്പെക്ട്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ള ഒരാള് എനിക്ക് ബിഗ് ബോസിൽ ചെന്നപ്പോൾ തൊട്ട് ആദ്യം തൊട്ട് ഏറ്റവും റെസ്പെക്ട്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ളത് അതിൻ്റെ ഒരു ക്രൂ മെമ്പറിനെയാണ്. അത് ഞങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ ഇന്റർവ്യൂ സ്റ്റേജിൽ പരിചയപ്പെട്ട ഒരാളാണ്. അതിനുശേഷം ഞാൻ എവിക്റ്റ് ആയതിനു ശേഷമാണ് ആളോട് സംസാരിക്കുന്നത്. ആളുടെ പേര് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾ അത്ര കംഫർട്ടബിൾ ആയിരിക്കില്ല. സോ ഹീസ് ഹീസ് മൈ ഫേവറേറ്റ് പേഴ്സൺ ഇൻ ബിഗ് ബോസ്. ആളാണ് എനിക്ക് ഏറ്റവും നല്ലൊരു രീതി എങ്ങനെ പോകണം, എന്ത് ചെയ്യണം എന്നുള്ള രീതിയിൽ പറഞ്ഞു തന്നത്, മോട്ടിവേഷൻ ആണെങ്കിലും. സോ ഹീസ് എ സ്പെഷ്യൽ പേഴ്സൺ. ഹിസ് നെയിം സ്റ്റാർട്ട്സ് വിത്ത് എ. അത്ര ഞാൻ പറഞ്ഞു. പാട്ട് പാടണം. എനിക്ക് ചെറിയൊരു പനി പിടിച്ചിട്ട് ത്രോട്ട് ഇൻഫെക്ഷൻ ആയിട്ട് ഇരിക്കായിരുന്നു. ഞാൻ അലമ്പായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൺലൈൻ എനിക്ക് കമന്റ്സ് കുറേ വരും. ഞാൻ പാടണം. ഓക്കെ, ഞാനെങ്കിൽ ഒരു മറ്റേ കുറച്ച് കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ളൊരു പാട്ട് പാടാം. ലാസ്റ്റ് പ്രൊമോയിൽ ഞാനൊരു പാട്ട് പാടി കഴിഞ്ഞപ്പോൾ അത് ഭയങ്കര പ്രശ്നമായിരുന്നു. ആക്ച്വലി ആ പാട്ട് അർത്ഥം വെച്ച് പാടിയതൊന്നുമല്ല. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ്. ഞാൻ എപ്പോഴും പാടി നടക്കുന്നൊരു പാട്ടാണ്. എന്തിന് വേറൊരു സൂര്യോദയത്തിലെ സെക്കൻഡ് സ്റ്റാൻസയാണ്. അപ്പോൾ രണ്ടുപേരും പാടാം. അത് ഹൈപ്പിച്ചൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൊണ്ട വലിഞ്ഞ അലമ്പാവും. മർമരം ഒന്ന് കേൾക്കാനായി വന്നു ഞാൻ, നിന്റെ സാന്ത്വനരേണുവിൽ രാഗലോലമായി ജീവിതം. നീ കിട്ടില്ല, പിച്ച് കിട്ടില്ല. സോറി. ഒരു പാട്ട് കൂടെ പാടാം, ഒന്നിലായിട്ട് നിർത്തണ്ട, ഒന്നുകൂടെ ആയിക്കോട്ടെ. അതെ, ജാസ്മിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിട്ട് ഒരു പാട്ട് കൂടെ. അങ്ങനെ പെട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പാട്ട് ഓർമ്മ വരില്ല. ഏതായാലും കുഴപ്പമില്ല, നമ്മളും അത്രയൊന്നും പാടുന്ന ആൾക്കാരല്ല. അറിയാതെ തെളിവേടലിൽ കുളിർമാരിയായി വന്നു നീലവരാവിൽ ശ്രുതി ചേർന്നു എന്നിൽ മൃദുരവമായി ലയമഞ്ജരി. ജന്മം സഫലം എൻ ശ്രീരേഖയിൽ സ്വപ്നം മലരായി ഈ കൈക്കുമ്പിളിൽ. താങ്ക് യു.